ഹലോ ഗായ്സ്, അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നതാണ് കേട്ടോ. ഇനി അങ്ങോട്ട് വ്ളോഗൊക്കെ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നടക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ നെല്ലിയാമ്പതിയിലേക്ക് ട്രിപ്പ് പോകാൻ കേട്ടോ, കോളേജിൽ നിന്ന്. പാലക്കാടുള്ള ഞങ്ങൾ എന്തിനാണ് ഈ നെല്ലിയാമ്പതിക്ക് ട്രിപ്പ് പോകുന്നതെന്നായിരിക്കും അധികം പേരും വിചാരിക്കുന്നുണ്ടാവുക. ഇത് ഞങ്ങളുടെ ക്ലാസ് മാത്രമായിട്ടല്ല, ഇത് ഫുൾ കോളേജ് തന്നെ ഉണ്ട് കേട്ടോ. ഈ ട്രിപ്പിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അങ്ങനെ എല്ലാ ക്ലാസ്സിലെയും സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും മാത്രം ഇങ്ങനെ സീറ്റിലിരുന്ന് ഫുഡൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് കുരങ്ങന്മാരനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നെല്ലിയാമ്പതിയിൽ എത്തിയപ്പോൾ തൈലത്തോട്ടത്തിൻ്റെ നടുവിൽ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നേരെ ഓറഞ്ച് ഫാമിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഓറഞ്ച് ഫാമിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കുന്ന ഇടയിൽ ഞാൻ അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അവിടെ കൂടുതലും അവിടെ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല നടക്കാനുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പ്ലേസും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓറഞ്ച് തോട്ടത്തിൽ കയറിയിട്ട് അങ്ങനെ ഞങ്ങളൊരു ഓറഞ്ചൊക്കെ കണ്ടു കേട്ടോ. അതൊക്കെ കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു റിസോർട്ടിലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ മൊത്തത്തിലൊരു കല്യാണ വൈബ് പോലെ ആയിരുന്നു കേട്ടോ സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്തൊരു ബിരിയാണി ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും പാടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ പോത്തുണ്ടി ഡാമിൽ പോയത്. എനർജിക്ക് വേണ്ടി അവിടുന്ന് കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ പോത്തുണ്ടി ഡാമിൻ്റെ മേലോട്ട് കയറാൻ നിന്നത്. കാണുമ്പോൾ കുറച്ച് സ്റ്റെപ്പാണ് ഉള്ളെങ്കിലും കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കൊണ്ട്. 20 വയസ്സുള്ള ഞങ്ങൾക്ക് ആ സ്റ്റെപ്പ് കയറുമ്പോൾ മൊത്തത്തിൽ ഒരു 50 വയസ്സിൻ്റെ ഫീലായിരുന്നു. 2-3 വട്ടം പോത്തുണ്ടി ഡാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ അതിൻ്റെ മേലെ കയറി കാണുന്നത്. പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാർക്കിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയിരുന്നു. കുട്ടികളുടെ കളിക്കുന്ന സ്ഥാനത്തിൽ ഞങ്ങൾ കളിക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ സെക്യൂരിറ്റിനെ നല്ല ചീത്തയായിരിക്കും കേട്ടോ. അത് പേടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് നെയ്സിൽ മുങ്ങിയിട്ട് സിബ് ലൈനൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയി. എൻ്റെ ഫ്രണ്ടാണെങ്കിൽ അതിൽ കയറിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കയറി കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പേടിച്ച് കൈയും കാലൊക്കെ വറച്ചിട്ടാണ് ഞാൻ ഒരു വിധത്തിൽ അത് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ സിബ് ലൈനിൽ കയറിയ ക്ഷീണം മാറ്റാന്ന് പറഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാട്ടോ. ഒരു ചായക്ക് 30 രൂപ എന്ന് കേട്ട ഷോക്ക് ഞങ്ങൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അത് പോരാത്തതിനാണെങ്കിലോ ഒരു കുഞ്ഞേ ക്ലാസ് ഞങ്ങൾക്ക് ഒരു സിപ്പ് കുടിക്കാൻ പോലും അത് തികയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കുടിച്ച് ഞങ്ങളെല്ലാവരും വീണ്ടും വണ്ടിയിൽ കയറി കേട്ടോ. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് നല്ല ആർമാദിച്ചിട്ട് തന്നെയായിരുന്നു ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ.